ഹലോ എവ്രി വൺ, വെൽക്കം ടു PK ലേണിങ്സ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുകയാണ്. എല്ലാവരും അപ്ലൈ ചെയ്ത് പഠനമൊക്കെ അതിൻ്റെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൽ 34ാമത്തെ റാങ്ക് സ്വന്തമാക്കിയ മലപ്പുറം സ്വദേശിയായ സിദ്ധാർത്ഥാണ് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം സിദ്ധാർത്ഥ്. ഞാൻ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടിയില്ല. മെയിൻസിൻ്റെ സിലബസിലും പ്രിലിംസിൻ്റെ സിലബസിലും കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ നല്ല എഫേർട്ട് എടുത്ത് അങ്ങ് പഠിക്കുക. അത് ഞാൻ ഈ PK ലേണിങ്സ് എന്ന് തന്നെയാണ് പഠിച്ചത്. നമ്മൾ അതിൻ്റേതായ രീതിയിലൊരു അഡാപ്റ്റേഷൻ നമ്മുടെ പഠനത്തിലും ഓർമ്മയിലിരിക്കണമെങ്കിൽ റിവിഷൻ ആവശ്യമാണ്. നമ്മളൊരു കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ട കുറേ പോയിന്റുകളുണ്ട്. നമ്മളൊരു എക്സാമിന് പഠിക്കുമ്പോൾ ഇപ്പോൾ 10th ലെവൽ എക്സാംസ് ഉണ്ട്, ഡിഗ്രി ലെവൽ എക്സാംസ് ഉണ്ട്. ഇതിന് രണ്ടിനും രണ്ട് രീതിയിലായിരുന്നു. എങ്ങനെയായിരുന്നു പഠിത്തം? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നേരിടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. മലയാളം കുറച്ച് ട്രിക്കിയാണ്. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം. സോ ലെറ്റ്സ് വെൽക്കം സിദ്ധാർത്ഥ്. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്നിട്ട് ജോലി ചെയ്യാണ്. എങ്ങനെയുണ്ട് തിരുവനന്തപുരം? ഇഷ്ടപ്പെട്ടോ? തിരുവനന്തപുരം ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, വൈഫ്. അച്ഛനമ്മയും റിട്ടയറായി. അനിയത്തി NIT-യിൽ ബിടെക് ചെയ്യുന്നു. വൈഫ് ബാങ്ക് കോച്ചിങ് കേട്ട് പോകുന്നു. ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം കറക്റ്റ് ഒരു ഗുരുവിന്റെ അടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാലോ? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പഠിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണോ PSC-ലോട്ട് വരുന്നത്? ഞാൻ പഠിച്ചത് ബിടെക് ആയിരുന്നു, ഇലക്ട്രിക്കൽ. അപ്പോൾ പണ്ട് തൊട്ടേ ഒരു സർക്കാർ ജോലിയിലോട്ടൊരു താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു? കുറെ വീട്ടിൽ കഴിഞ്ഞവർക്ക് അറിയാലോ. ഒന്നില്ലെങ്കിൽ നമുക്ക് IT ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കോർ സബ്ജക്റ്റ്. കോറായിട്ടുള്ള എക്സാംസ് ഒന്നും ആ ടൈമിൽ കുറവാണ് വിളിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാന്ന് തോന്നി, അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചെഴുതുന്ന ഒരു എക്സാം എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? 2018 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് ആദ്യമായിട്ട് പഠിച്ചെഴുതുന്നത്. അതിന് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാനൊക്കെ പറ്റിയോ? ഇല്ല, അത് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. സാധാരണ ഒരു കൺവെൻഷണൽ രീതിയിൽ ഒരു ഗൈഡ് വാങ്ങി ആ ഗൈഡിലെ എല്ലാ കാര്യങ്ങളും വായിച്ചു. ഞാൻ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു എക്സാം മുതലാണ് PSC ഒരു പാറ്റേൺ ചേഞ്ച് കൊണ്ടുവന്ന് തുടങ്ങിയത്. ഗൈഡ് മൊത്തം പഠിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അന്ന് അതോടെ PSC പഠനം നിർത്തായാലോ എന്ന് വരെ ആലോചിച്ചിരുന്നു. പിന്നെ എന്തോ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പൊ അതൊരു പഠനത്തിലെ ഒരു പിഴവ് എങ്ങനെയാണ് മനസ്സിലായി. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ഈ ഗൈഡിൽ നിന്ന് മാത്രമല്ല വരുന്നത്, SCERT NCERT പുസ്തകങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് പഠിച്ച് PSC എക്സാം എഴുതുമ്പോൾ ആദ്യത്തെ എക്സാമിൽ പോരായ്മകളൊക്കെ തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രിപ്പറേഷനിൽ കൊണ്ടുവന്നത്? പ്രിപ്പറേഷനിൽ ആദ്യം ചെയ്തത് നമ്മുടെ കയ്യിലുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ അങ്ങനെ ആശ്രയിച്ച് നിൽക്കാതെ നമ്മൾ കുറച്ചും കൂടി വൈഡായിട്ട് ചിന്തിച്ച്, പിന്നെ ടെക്നിക്കൽ എക്സാം ആണെങ്കിലും 20 മാർക്കിന് ജനറൽ നോളജ് ഉണ്ടാവും ഒരു എക്സാമിന്. അപ്പോൾ അതുവരെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അതിലിപ്പോൾ LD തമിഴ് നോയിങ് അങ്ങനെയൊക്കെ എക്സാം ഉണ്ടാവും. അതിലും നമുക്കുള്ള ഒരു 10-20 ക്വസ്റ്റ്യൻസ് അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി എല്ലാം ഇപ്പോൾ ആഴ്ചയിൽ എക്സാമുകൾ നടക്കുന്നുണ്ട് PSC-യുടെ. അപ്പോൾ അതിലൊക്കെ നമുക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു എക്സാം ഈ സിലബസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കിയിരുന്നു. പിന്നെ അത് ഏത് ബുക്കിൽ നിന്നൊക്കെ വരുന്നത്. പിന്നെ അതിന് ശേഷം പഠനം NCERT SCERT-യിലേക്കൊക്കെ കൂടുതലായിട്ട് മാറ്റി. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അങ്ങനത്തെ ടോപ്പിക്കൊക്കെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കാനും ശ്രമിച്ചിരുന്നു. പിന്നീട് എഴുതുന്ന സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിരുന്നു? അല്ല, പിന്നീട് ഞാൻ 2019 നവംബറിലാണെന്ന് തോന്നുന്നു VO എക്സാം എഴുതിയിരുന്നു. മലപ്പുറം ജില്ലയുടെ VO അന്ന് നല്ല രീതിയിൽ എഴുതാൻ പറ്റി. എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് മുമ്പിൽ വരുന്നത്. അപ്പോൾ VO ആണ് ആദ്യമായിട്ട് PSC ലിസ്റ്റിൽ വരുന്നത്. VO 35 ആയിരുന്നു മലപ്പുറം. പക്ഷേ ഈ 2019 ഈ എക്സാം എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കോവിഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. PSC എക്സാം ഒന്നും ഇല്ല. അപ്പോൾ
നമ്മളിങ്ങനെ പഠിച്ചൊന്ന് സെറ്റായി നിൽക്കുന്ന ടൈമിലാണ് എക്സാംസ് ഇല്ല. എക്സാംസ് ഇല്ല, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ BSc പാറ്റേൺ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതൊക്കെ നമ്മൾ ആ ഒരു സെൻസിലെടുത്ത് അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത കാരണം ഇപ്പം അതിൽ നല്ലൊരു ജോബിലേക്ക് വരാൻ പറ്റി. LD ക്ലർക്ക് മലപ്പുറത്ത് 4ാമത്തെ റാങ്ക്, മികച്ച അച്ചീവ്മെന്റും അതിൻ്റെ ഇടയിലുണ്ടായി. അതിനുശേഷം എഴുതിയതാണ് ഈ LD എക്സാം. അടുത്ത സെക്രട്ടേറിയറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂയും കൂടി ഉണ്ട്. നമ്മളൊരു എക്സാമിനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ടാണോ മെയിൻസിന് വേണ്ടിയിട്ടാണോ, എങ്ങനെയാണ്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഈ സിലബസ്, മെയിൻസിൻ്റെ സിലബസിലും പ്രിലിംസിൻ്റെ സിലബസിലും കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ നല്ല എഫേർട്ട് എടുത്ത് അങ്ങ് പഠിക്കുക. അതായത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കുക. മെയിൻസിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് വന്ന് അത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ടൈം, ഞാൻ സിലബസ് പൂർണ്ണമായിട്ട് പുതിയതിൻ്റെ നോക്കിയിട്ടില്ല, സമയം കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ ഈ കോമൺ ടോപ്പിക്സ് ഇതിൽ രണ്ടിലും വരുന്ന ഏത് സബ്ജക്റ്റ് ആയാലും ആദ്യമേ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. എന്തായാലും വിജയിച്ച ഒരാളും കൂടി പറയുമ്പോൾ അതെന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ആയിരിക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു 2021 സമയത്ത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ നേരിടാൻ നമ്മൾ പഠനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നേരിടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ഇപ്പോൾ ഒരു ടെക്സ്റ്റിൽ നമ്മളൊരു ആർട്ടിക്കിൾ എന്തെങ്കിലും വായിക്കുമ്പോൾ നമ്മളത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മളിപ്പോൾ UPSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്, മോഡേൺ ഇന്ത്യ, അങ്ങനത്തെ ടോപ്പിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്തായാലും അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതലായിട്ട് വായിച്ചാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ, സക്സസ്ഫുള്ളി എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നാണ് ഞാൻ പരീക്ഷ എഴുതിയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. PK ലേണിംഗ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി എങ്ങനെയാണ് അറിയുന്നതും അത് ഈ ഒരു 34 എന്നുള്ള ഒരു റാങ്കിലേക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിരുന്നൊരു ഈ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഇതിനെ സമീപിക്കണം എന്നൊക്കെ നമ്മൾ ചേട്ടനെ വിളിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ നോക്കിക്കാണണം എന്നൊക്കെയുള്ളത് ക്ലാസ്സിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ഗ്രൂപ്പിൽ പറയുന്ന ബുക്കൊക്കെ PDF അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് ബുക്കുകൾ കളക്ട് ചെയ്യാനും അതൊക്കെ വായിക്കും ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ ബെനിഫിറ്റ് എക്സാമിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാറിന്റെ ക്ലാസ്സുകളും ഫോളോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഞാൻ അന്ന് ഫോളോ ചെയ്തിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റെഫർ ചെയ്യുന്ന മെറ്റീരിയലാണ്. കാരണം ഒരു ഒറ്റ ഗൈഡ് മാത്രമായിട്ട് പഠിച്ചപ്പോൾ ആ പഠനത്തിൽ കുറച്ച് പാളിച്ചകൾ സംഭവിച്ചതായിട്ട് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന് സോഴ്സസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് NCERT, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ലക്ഷ്മികാന്ത്, ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കിയേക്കുന്നത്. നമുക്ക് വേറെയും സോഴ്സസ് ഒരുപാടുണ്ട്. ഇപ്പോൾ യൂട്യൂബ്, ടെലഗ്രാം, അല്ലെങ്കിൽ പലതരം മീഡിയാസ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ, ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ അന്ന് നമ്മൾ കോവിഡിന്റെ ടൈമൊക്കെ കാരണം ഞാൻ PK ചേട്ടനെ പരിചയപ്പെടണം ടെലിഗ്രാം ത്രൂ തന്നെയാണ്. ചേട്ടൻ്റെ ചാനലൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കണോണ്ട് മറവിക്കുള്ള ചാൻസും കൂടുതലാണെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ഓർത്ത് ഇരിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ്? നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി പോവാണ് ആദ്യമേ ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെ പൈഹാർട്ട് പഠിക്കാതെ, പിന്നെ വായിക്കുന്നതായാലും എനിക്കൊരു പറഞ്ഞു പഠിക്കുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് വായിക്കുക, പിന്നെ എപ്പോഴെങ്കിലും അത് എന്തായാലും റിവിഷൻ ആവശ്യമാണ്. ഓർമ്മയിലിരിക്കണമെങ്കിൽ റിവിഷൻ ആവശ്യമാണ്. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം മോക്ക് ടെസ്റ്റ് എടുക്കാൻ നോക്കുക. അതായത് ഈ ഒരു ഇപ്പോൾ 1.5 മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ ആ 1.5 മണിക്കൂർ നമ്മൾ ടൈം കണക്കാക്കി നമ്മളേതായ ഇപ്പോൾ PSCയുടെ തന്നെ നമ്മൾ എഴുതാത്ത എക്സാമുകളൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ പ്രീവിയസ് ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നടന്ന എക്സാമൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ എവിടെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം ഈ കമ്പൈൻ സ്റ്റഡി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മുന്നേ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ പഠിക്കുന്നത് കുറച്ചും കൂടെ ഓർത്തിരിക്കാനൊക്കെ അതും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കുമോ? എന്താണ് തോന്നുന്നത്? കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 year ഒക്കെയാണ് കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടായത്. അത് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഒരു ബേസ് ഉണ്ടാക്കാനൊക്കെ കമ്പൈൻ സ്റ്റഡി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് ഒരുമിച്ച് പഠിച്ച എല്ലാവരും പല റാങ്ക് ലിസ്റ്റിലായിട്ട് കയറാനായിട്ട് പറ്റുമോ? എല്ലാവരും നമ്മളൊരു 7 പേരുണ്ടായിരുന്നു. എല്ലാവരും
ജോലിക്ക് കയറി. സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പൊ ഈ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസത്തെ സമയം എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്? രാവിലെ ഒരു 8 മണിക്കൊക്കെ പഠിക്കാൻ തുടങ്ങിയാൽ ഞാൻ അങ്ങനെ ഒരുപാട് നേരത്തെ ഒന്നും നീക്കുന്ന ഒരാളല്ല. ഉച്ചവരെയൊക്കെ പഠിക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, നമുക്ക് ഉറക്കം വരും. അപ്പം ഞാൻ ഈ PSC ആ ഒരു ടൈം തന്നെ, ഒരു 2 മണി ആ ടൈം തന്നെ എന്തെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് എഴുതും. മോക്ക് ടെസ്റ്റ് പ്രീവിയസ് ഞാൻ കാണാത്ത ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തന്നെ കിട്ടാനൊക്കെ ഉണ്ടല്ലോ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ, അതെഴുതി പിന്നെ ഞാൻ ഇങ്ങനെ അതിൽ എൻ്റെ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി അനലൈസ് ചെയ്യാറുണ്ട്. അതെന്നും ചെയ്തിരുന്നു. അത്രയധികം പ്രശ്നമില്ല. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് എനർജി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് പിന്നെ അത് ആദ്യം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ തുടങ്ങി. അതെനിക്കൊരു എന്താ പറയുക, നല്ല ഇമ്പ്രൂവ്മെന്റ് എനിക്ക് തരുന്ന പോലെ തോന്നി. പിന്നെ അത് ഞാൻ സ്ഥിരം ഡെയിലി ഈ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങി. പിന്നെ വൈകിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് രാത്രിയും അങ്ങനെ ഒരുപാട് ടൈം ഉറക്കൊഴിച്ചിരിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം ഒരു 9-10 മണി വരെയൊക്കെ ഇരിക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാറൊന്നുമില്ല. ഇല്ല. അപ്പോൾ രാത്രി ഒത്തിരി ഉറക്കം അല്ലെങ്കിൽ രാവിലെ ഒത്തിരി എഴുന്നേക്കണം, അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. അതിലൊന്നും വലിയ കാര്യം അല്ല. അത് ചിലർക്ക് രാത്രി കുറെ നേരം ഇരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് രാവിലെ നേരത്തെ എണീറ്റ്. അത് ഓരോരുത്തരും ഒരു സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതായിരിക്കും കംഫർട്ടബിൾ. എനിക്ക് അങ്ങനെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ പഠിക്കുന്ന സമയം നമ്മൾ മാക്സിമം നോക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ റിവിഷന് വേണ്ടി പ്രത്യേക ഒരു സ്ട്രാറ്റജി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? റിവിഷന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ വിട്ടുപോവാണ്, അല്ലെങ്കിൽ പഠിച്ച കാര്യം മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ മുമ്പ് പഠിച്ച ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ളത് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകുമ്പോൾ അത് തിരിച്ച് വായിച്ചു നോക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മെയിൻ ആയിട്ട് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? അത് ഞാൻ ഈ PK ലേണിങ്സ് എന്ന് തന്നെയാണ് പഠിച്ചത്. അത് പ്രധാനമായിട്ട് ഈ ഗവൺമെൻറ് ആക്ടുകളും അതുപോലത്തെ സംഭവങ്ങളൊക്കെ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഒരു ടെസ്റ്റ് വായിക്കുന്ന പോലെയല്ല. നമ്മൾ ഓരോ ഗവൺമെൻറ് ആക്ടുകൾ, ഗവൺമെൻറ് ഓർഡറുകളൊക്കെ, ഇപ്പോൾ ഇൻഫോർമേഷൻ ആക്ട് ആയാലും മറ്റ് ആക്ടുകളായാലും അത് പഠിക്കേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. അപ്പം എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായത് PK ചേട്ടൻ്റെ ക്ലാസ് കണ്ടിട്ട് തന്നെയാണ്. ഇതെങ്ങനെ നമുക്ക് ഇത് വെറുതെ നമ്മൾ വായിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഏത് രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ ചേട്ടൻ്റെ ക്ലാസ് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ പഠിച്ചതുകൊണ്ട് തന്നെ എക്സാംസിന്റെ ചോദ്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കി പഠിച്ചതുകൊണ്ട്. അതെ. ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ തന്നെ എങ്ങനെ ഓർത്തിരിക്കുന്നു എന്നുള്ളത്, ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ട് ഈ ആക്ടുകളൊക്കെ സാധാരണ ആളുകളുമായി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ്. അപ്പം അത് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്കത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആയാലും ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ നമ്മളൊരു കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ട കുറേ പോയിന്റുകളുണ്ട് ഈ ക്വസ്റ്റ്യൻസിൽ. ഇങ്ങനെ ആക്ടുകളായാലും ഇപ്പോഴത്തെ പൊതുവെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഈ ചേട്ടൻ്റെ ഒരു രീതിയിൽ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ സിലബസിൽ നമുക്ക് GK പോർഷൻ ഉണ്ട്, അതല്ലാണ്ട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനും കൊടുക്കേണ്ട വെയിറ്റേജ് എങ്ങനെയാണ്? അല്ല, നമ്മൾ മാത്സും ഇംഗ്ലീഷും നല്ല രീതിയിൽ പഠിക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ അത് വേറെ ആൾക്കാർക്ക് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മാത്സും ഇംഗ്ലീഷും നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മലയാളം എനിക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഈ 3 എണ്ണത്തിൽ ഇപ്പോൾ എഴുതിയ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് മലയാളത്തിലായിരുന്നു. പക്ഷെ ചില എക്സാമിന് നല്ല മാർക്കും വരാറുണ്ട്. അത് എന്താണെന്നറിയില്ല, എൻ്റെ കൂടെ പഠിച്ചവരും പറയാറുണ്ട് അത് മലയാളം കുറച്ച് ട്രിക്കിയാണ്. ഇംഗ്ലീഷും മാത്സും നമ്മൾ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റും. GK പോർഷൻസിൽ തന്നെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ട? ഓരോ ടോപ്പിക്സിനും ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം വെയിറ്റേജ്, അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നോ? പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നൊക്കെ വെറുതെ ഫോണിൽ PDF ഉണ്ടാവുമല്ലോ, സിലബസ് വെറുതെ എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ ഈ ഭാഗം ഞാൻ കണ്ടിട്ടില്ലല്ലോ, അത്
അപ്പോൾ നമ്മൾ വിട്ടുപോയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതെടുത്ത് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. LD ക്ലർക്ക് മലപ്പുറത്തെ 4ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ മികച്ചൊരു അച്ചീവ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 34. അപ്പം നമ്മളൊരു എക്സാമിന് പഠിക്കുമ്പോൾ ഇപ്പോൾ 10th ലെവൽ എക്സാംസ് ഉണ്ട്, ഡിഗ്രി ലെവൽ എക്സാംസ് ഉണ്ട്. ഇതിന് രണ്ടിനും രണ്ട് രീതിയിലായിരുന്നു. എങ്ങനെയായിരുന്നു പഠിത്തം? ഇല്ല, ഞാൻ ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാം സെയിം മെറ്റീരിയൽസ് തന്നെയായിരുന്നു. LDക്ക് പഠിച്ച മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ട് തന്നെയാണ്. അതായത് ഇത് ഏകദേശം ഈ ഒരു 1 ഇയറിൻ്റെ ഇടയിലായിരുന്നു ഇതിൻ്റെയൊക്കെ മെയിൻസ് എക്സാം. ഞാൻ ആദ്യമേ ഒരേ രീതിയിൽ തന്നെ സെയിം മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് തന്നെ രണ്ടിനും പഠിച്ചത്. ടാർഗറ്റ് സെക്രട്ടേറിയറ്റ് കിട്ടണം എന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത സെക്രട്ടേറിയറ്റിന് വേണ്ടി പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്ത് കാര്യങ്ങളാണ്, എന്ത് ടിപ്സ് ആണ് സിദ്ധാർത്ഥിന് നൽകാനുള്ളത്? എനിക്ക് പുതിയതായിട്ട് പഠിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ സിലബസ് എപ്പോഴും നമ്മൾ സിലബസിലൂടെ എപ്പോഴും പോകണം. സിലബസ് വെച്ച് പഠിക്കുക എന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നതിനപ്പുറം എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും വാസ്റ്റായിട്ട് ഡിഫറെൻ്റായിട്ട് മെറ്റീരിയലുകൾ കളക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടേതായൊരു ശൈലി ഉണ്ടാക്കാൻ ശ്രമിക്കുക പഠിക്കുന്നതിൽ. ഒരു ഗൈഡോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഫോർമാറ്റിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നിലേക്ക് വരാൻ. അപ്പം നമ്മൾ അതിൻ്റേതായ രീതിയിലൊരു അഡാപ്റ്റേഷൻ നമ്മുടെ പഠനത്തിലും നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ കൊണ്ടുവന്നാലേ നമുക്കൊരു നല്ലൊരു റാങ്കിലേക്ക് വരാൻ കഴിയുള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം. നമ്മളെ തന്നെ വിശ്വസിച്ച് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഓടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് 34ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ. അപ്പം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്, നന്ദി പറയാനുള്ളത് ആരോടൊക്കെ ആയിരിക്കും? ഫാമിലിയോട് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 7 പേര് കൂടെ പഠിക്കാൻ സ്റ്റഡി ഉണ്ടായിരുന്നു. ഇവരോട് തന്നെയാണ് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ നമ്മളോടായിട്ട് ഷെയർ ചെയ്തു. പിന്നെ വരുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൽ നിന്ന് അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സിദ്ധാർത്ഥിന് ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഇന്ന് നമ്മളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെച്ചത് സിദ്ധാർത്ഥാണ്. അപ്പോൾ ആദ്യത്തെ എക്സാമിന് ഒരു ഗൈഡ് മാത്രം ഫോളോ ചെയ്ത് പഠിച്ചപ്പോൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ പഠനത്തിലെ പോരായ്മകൾ സ്വയം മനസ്സിലാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ്. അങ്ങനെ മിന്നുന്നൊരു വിജയം കരസ്ഥമാക്കാൻ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇങ്ങനൊരു വിജയം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും PK ലേണിംഗ്സിൻ്റെ ഭാഗമാകാം. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് 2ൻ്റെ അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി www.pklearnings.com എന്നൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. ഇതുപോലൊരു വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും PK ലേണിംഗ്സിന്റെ ഭാഗമാകാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് 2ൻ്റെ അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ വെബ്സൈറ്റായ www.pklearnings.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇനിയും നിങ്ങൾ അംഗമായിട്ടില്ലെങ്കിൽ ചാനലിൻ്റെ ലിങ്ക് കൂടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നത് വരേക്കും നന്ദി.